മക്ക മദീന എന്നീ രണ്ട് ഹറമിൻ്റെ അകത്ത് ഇതര മതസ്ഥർ പ്രവേശിക്കാൻ പാടില്ല എന്ന പൊതുനിയമം ഇവിടെയുള്ള ബോർഡുകളിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ മക്ക ഹറമിൻ്റെ അതിർത്തി ഇബ്രാഹിം പണ്ട് ഉണ്ടാക്കിയ ഹറമാണ്, അവിടെ അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അത് കേരളത്തിൽ പല പല അമ്പലങ്ങളിൽ കേരളത്തിലും ഇന്ത്യയിലുമുള്ളതായ ഹിന്ദു മതസ്ഥർ പല പല തബക്കാത്തുകളാണ്. അപ്പോൾ ഉയർന്ന തബക്കയിലുള്ള ബ്രാഹ്മണന്മാർ കടക്കുന്നതായ ഭാഗത്ത് അതിൻ്റെ താഴെയുള്ളതായ ആ തബക്കയിലുള്ള അമുസ്ലിം സുഹൃത്തുക്കൾ കടക്കാറില്ല. എന്തേ? അവരുടെ നിയമമാണത്. ഓരോ മതത്തിനും ഓരോ നിയമങ്ങളാണ്. അത് വർഗീയതയൊന്നുമല്ല, അത് മതത്തിൻ്റെ നിയമമാണ്. നമ്മുടെ മതം, നാം വിശ്വസിക്കുന്ന മതം, നമ്മുടെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു ഇറക്കിയതായ മതമാണ് എന്നതുകൊണ്ട് തന്നെ ആ റബ്ബുൽ ഇസ്സത്ത് കൽപ്പിച്ചതായിട്ടാണ് നാം പഠിച്ചു വരുന്നതും നാം വിശ്വസിക്കുന്നതും നാം മനസ്സിലാക്കുന്നതും. എന്ത്? മക്ക പവിത്രതയുള്ള ഭൂമിയാണ്. ആ ഭൂമിയിൽ മുസ്ലിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവർ, അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, അള്ളാഹനെ മാത്രം ആരാധിക്കുന്നവർ, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കുന്നവർ, ആർക്കുന്നവർ കടക്കാനുള്ളതായ മേഖലയാണ് അത് എന്നതുപോലെ തന്നെ മദീനയ്ക്കും അങ്ങനെ തന്നെയുള്ള നിയമമുണ്ട്. മദീനയെ ഇബ്രാഹിം അലൈഹിസ്സലാം മക്കയെ ഹറമാക്കിയതുപോലെ ഞാൻ മദീനയെ ഹറമാക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നാൽ മക്കയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നത് അതിൻ്റെ ഉടമസ്ഥരും അതിൻ്റെ ഉത്തരവാദപ്പെട്ടവരും നിർബന്ധമായി മനസ്സിലാക്കേണ്ട, അതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതായ ഒരു ഭാഗമാണ്. മക്കയിൽ കടക്കാൻ പാടില്ല എന്നത്. കാരണം അത് ഒരു വാജിബായ ഭാഗമാണ്, ഒരു നിർബന്ധമായ ഭാഗമാണ്. മദീനയിൽ ഒരു സുന്നത്തായ ഭാഗമാണ്. നല്ലത് മറ്റു മതസ്ഥർ കടക്കാതിരിക്കലാണ്. അഥവാ കടക്കുകയാണെങ്കിൽ ആവശ്യത്തിന് വേണ്ടി കടക്കാം. അതേ സമയത്ത് അവർക്ക് ഈ ഇസ്ലാമിക നിയമമുള്ളതായ നാടാകുന്ന മക്കത്ത് മദീനത്ത് ഇവിടെ വേറെ രണ്ടാമത്തെ ഒരു മതത്തിൻ്റെ നിയമം നടപ്പാക്കപ്പെടാൻ പാടില്ല എന്ന ശൈലി റസൂലുള്ളാഹി മരിക്കുമ്പോൾ പറഞ്ഞ് മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞിട മുതൽ ഇന്ന് വരേക്കും ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരേക്കും ഇവിടെ രണ്ടാമത്തെ മതത്തിന്റെ പ്രതാപം ഉണ്ടാവുകയുമില്ല. ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നാം മുസ്ലിങ്ങൾ മനക്കെട്ടുകൊണ്ടേയിരിക്കുന്നു. കാരണം അള്ളാഹ് മുസ്ലിം സമൂഹത്തെ ഏൽപ്പിച്ച ബാധ്യതയുടെ ഒരു ഭാഗമാണ് അത് എന്നതുകൊണ്ട് തന്നെ. എന്നാൽ അതേ സമയത്ത് മുസ്ലിങ്ങൾക്ക് അത്യാവശ്യമായി കൊണ്ടുവരാൻ ക്രിസ്തീയ സുഹൃത്തുക്കളെയോ ജൂത സുഹൃത്തുക്കളെയോ ആരെയാണെങ്കിലും ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ അവർക്ക് അനുവാദം ഇവിടെ പലപ്പോഴും നൽകപ്പെടാറുണ്ട്. അങ്ങനെ നൽകപ്പെടുകയാണെങ്കിൽ ഒരു പ്രത്യേക ലിമിറ്റിൽ പ്രത്യേക ഹദീദ് ചെയ്തുകൊണ്ട് ടൈം നിശ്ചയിച്ചുകൊണ്ട് കടക്കാനും പുറത്തു പോകാനും ഉള്ളതായ ചുറ്റുപാട് നൽകപ്പെടാറുണ്ട്. എന്തേ? മക്ക പോലെയല്ല മദീന എന്നതുകൊണ്ട് തന്നെ. അങ്ങനെ ഒരു ലഘൂകരണം മദീനയ്ക്കുണ്ട് എന്നത് ഹദീസിലുള്ള യാഥാർത്ഥ്യങ്ങളിൽ പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മരണ സന്ദർഭത്തിൽ വരേക്കും പരിസരത്തിൽ ജൂതന്മാരുണ്ടായിരുന്നു എന്നതിലേക്ക് ധാരാളം തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ടതാണ്. അതേസമയത്ത് പൊതുവിൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമുസ്ലിങ്ങൾ പ്രവേശിക്കാതിരിക്കുക എന്നതാണ് പവിത്രതയ്ക്ക് നല്ലത്, ഭദ്രതയ്ക്ക് നല്ലത് എന്നതാണ് ഇവിടുത്തെ ഭരണകൂടം ലോകത്തിൻ്റെ മനസ്സിലാക്കി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഗേറ്റിലൊക്കെ എഴുതി വെക്കപ്പെട്ടതും ഇവിടെ മുതൽ ഇന്നവരുടെ റൂട്ടാണ്, ഇവിടെ മുതൽ ഇന്നവരുടെ റൂട്ടാണ് എന്ന് എഴുതി വെച്ചതായിട്ട് കാണാം. അതാണ് അതിനുള്ള മറുപടി.